നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. പ്രൊവിഷണൽ ആൻസർ കീ മാത്രമല്ല, ഓരോ ചോദ്യവും ഏത് ഏരിയയിൽ നിന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. SCERT ആണെങ്കിൽ ഏത് ചാപ്റ്റർ, NCERT +1 +2 അത് SCERT തന്നെയാണ്, അതാണെങ്കിൽ ഏത് ഏരിയ, അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നടന്ന ഈ പരീക്ഷയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ്സും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തായാലും ആൻസർ കീയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. അപ്പോൾ ഈ ചോദ്യം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ കറണ്ട് അഫെയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്: താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ് അദ്ദേഹം? VP മേനോൻ. ഇത് 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അതിൽ ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? VP മേനോൻ. 52 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റതാരാണ്? ഇദ്ദേഹമാണ്. 1894 പാലക്കാട് ഒറ്റപ്പാലത്ത് ജനിച്ചത് VP മേനോനാണ്. ബാക്കി എല്ലാ പോയിന്റ്സും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. ബ്രസൽസ്. ഇത് +2 ശീതയുദ്ധ കാലഘട്ടം എന്ന ചാപ്റ്ററിൽ നാറ്റോ, സീറ്റോ, സെന്റോ, വാഴ്സോ പാക്ട് അതിനെ പറ്റി പറയുന്നുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ടോപ്പിക്കിലും നമ്മളിത് പഠിക്കുന്നതാണ്. പിന്നെ LDC ട്രിവാൻഡ്രം ജില്ലയിലും നാറ്റോയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറണ്ട് അഫെയറും ആണ്. കാരണം നാറ്റോയുടെ ഫാക്ട് കറണ്ട് അഫെയറിൽ വന്നിട്ടുള്ളത് കൊണ്ട് കറണ്ട് അഫെയർ ആയിട്ടും LDC ട്രിവാൻഡ്രത്തിൽ വന്നു. ആ സെയിം സാധനം തന്നെ ഇവിടെയും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായത് 2ഉം 4ഉം ആണ്. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്. അപ്പൊ 2ഉം 4ഉം ഓപ്ഷൻ C ആണ് ഉത്തരം. ഇത് നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നീ കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. കൂടാതെ 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലും ഈ ഒരു ഭാഗം വരുന്നുണ്ട്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. അത് രണ്ടും ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഈ ചോദ്യം സമരവും സ്വാതന്ത്ര്യവും എന്ന 10th സ്റ്റാൻഡേർഡ് SCERT ചാപ്റ്റർ സോഷ്യലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നെ പഠിക്കാനുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് 2, 3, 4 എന്നിവയിൽ കൊടുത്തിരിക്കുന്നത്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററാണ്. അടുത്തത്: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഞാനാണ് രാഷ്ട്രം. ലൂയി 11 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലൂയി 14 ഇപ്രകാരം പറഞ്ഞത്. ബാക്കി 2ഉം ശരിയാണ്. ഇപ്പൊ ശരിയായ ഉത്തരം ഏതൊക്കെയാ? 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. എനിക്ക് ശേഷം പ്രളയം. ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞതാരാ? മേരി ആന്റോയിനെറ്റ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. പെനിൻസുലാർ ഇന്ത്യ എന്നാൽ ഉപദ്വീപീയ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഗോദാവരി. ഇത് ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ എന്നീ ഭാഗത്ത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. കൂടാതെ 10th സ്റ്റാൻഡേർഡ് SCERT ജോഗ്രഫി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിലും പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടുതലും വന്നത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ, ജോഗ്രഫി മുതലായ ടെക്സ്റ്റുകളിൽ നിന്നാണ്.
പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അപ്പോൾ LDC നിങ്ങൾക്കിപ്പോൾ 999 രൂപയാണ് കോഴ്സ് ഫീസ്. ഡിസംബർ 31 വരെ കിട്ടും. അപ്പോൾ ഡിസംബർ 31 അകം വരുന്ന ഏതൊരു പരീക്ഷയ്ക്കായാലും ആ ഒരു കോഴ്സ് തന്നെ എടുത്താൽ മതി. വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, SCRT ഉണ്ട്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC തിരുവനന്തപുരം ജില്ലയുടെ ഫുൾ ഫാക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ ഫാക്ട്സ് അപ്ലോഡ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സെക്രട്ടേറിയറ്റ് OAയുടെ ക്ലാസ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ബാച്ചിൽ ക്ലാസ് വരുന്നത്. അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. LGSന്റെ കോഴ്സും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഗ്രീനിച്ച് നഗരത്തിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഇത് 10th സ്റ്റാൻഡേർഡ് SCRT സോഷ്യൽ സെക്കൻഡ് ജോഗ്രഫി ഋതുക്കളും സമയവും എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഋതുക്കളും സമയവും. കൂടാതെ പ്രൈം മെറിഡിയന്റെ കാര്യം ഗ്രീനിഷ് മെറിഡിയൻ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അല്ലാതെയും കോമൺ ആയിട്ടും അറിയാന്നുള്ള പോയിന്റ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? കേരള ജോഗ്രഫിയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. ഇവിടെ ഉത്തരം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. അടുത്ത ചോദ്യം, എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക. എൽ നിനോ, ലാനിന പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ്. ഇത് ഏത് പ്രദേശത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ള പോയിന്റ് +1 SCRT കാലാവസ്ഥ എന്ന ചാപ്റ്ററിൽ പരാമർശിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ലൂ. ഇത് 10th സ്റ്റാൻഡേർഡ് SCRT വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രാദേശിക വാദങ്ങളെ പറ്റി പഠിക്കും. അതിൽ ഉഷ്ണകാലം മാർച്ച് മുതൽ ജൂൺ വരെ എന്ന് കൊടുത്തിട്ട് ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ലൂ മാംഗോ ഷവേഴ്സ്. ഓക്കെ, അപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ല കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നതാണ്. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഇത് +1 SCRT ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒരു വിലയിരുത്തൽ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ പഠിക്കുന്നു. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഗ്രാമീണ അസമത്വമാണ്. ഇതും +1 ഇന്ത്യ സാമ്പത്തിക രംഗം 1950-1990 എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്. 1ഉം 2ഉം. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക് എന്നിവയാണ്. ഇതും ആ സെയിം ചാപ്റ്ററാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒരു വിലയിരുത്തൽ. അതിൽ നിന്നിപ്പോൾ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇത് +1 SCRT തൊഴിൽ വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റു പ്രശ്നങ്ങളും എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയുടെ സവിശേഷത പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. കറണ്ട് അഫെയറിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ചുമതല SCRTയിലും പഠിക്കുന്നുണ്ട്, NCERT +1 +2ലും പഠിക്കുന്നുണ്ട്.
ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കോമൺ ആയിട്ട് പഠിക്കുന്ന പോയിന്റാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, ശരിയാണ്. വിദഗ്ധ ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് നോക്കിയില്ലെങ്കിൽ കൂടി ജനറൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്രാ പദ്ധതി ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. അപ്പൊ മുദ്രാ പദ്ധതി PSC എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മുദ്രാ പദ്ധതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഇത് ജനറൽ ആയിട്ട് വന്നൊരു ചോദ്യമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം 51A പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് തന്നിരിക്കുന്നത്. 3A അല്ല 4A ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ PSC കൊടുത്തത് 1ഉം 2ഉം ആണേ. അത് മൗലിക കർത്തവ്യങ്ങളുടെ ജനറൽ ഫാക്ട്സ് പഠിക്കുമ്പോഴും കിട്ടുന്ന പോയിന്റ് ആണ്. കൂടാതെ 9th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് 2ഉം 3ഉം ആണ്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇത് രണ്ടുമാണ് ശരി. അപ്പൊ ഈ ചോദ്യം വന്നത് +1 SCERT ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? ബോറോഡ് കൺസെപ്റ്റില് പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ ഉത്തരം 2ഉം 3ഉം ആണ്. 2ഉം 3ഉം മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഈ ചോദ്യവും ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏത്? ഇതും സെയിം ചാപ്റ്റർ തന്നെയാണ്. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഉത്തരം 2ഉം 3ഉം ആണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 19ാം വകുപ്പ് സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇതില് ഉത്തരം 1ഉം 3ഉം ആണ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 6 സ്വാതന്ത്ര്യങ്ങളെ പറ്റി 19ാം വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 25 ക്വസ്റ്റ്യൻസും അത് ഏത് ഭാഗത്ത് നിന്നാണ് PSC ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അടുത്ത പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി തുടർന്നുള്ള നിങ്ങളുടെ പഠനത്തിൽ ഈ പോയിന്റ്സും കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.